ദേവതകൾ എത്ര വിധം? ദേവതകളുടെ തരംതിരിച്ചുള്ള വിശദീകരണം. നമ്മൾ സാധാരണയായി പറയുന്നത് ദൈവങ്ങൾ പലരുണ്ട് എന്നതാണ്. എന്നാൽ ശാസ്ത്രപരമായി നോക്കിയാൽ ദൈവം ഒന്നേയുള്ളൂ. ദേവതകൾ പലവിധമാണ്. ഈശ്വരനെ രൂപം വച്ചും രൂപമില്ലാതെയും ആരാധിക്കാം. ഓരോ ദേവതയും ഓരോ ശക്തിയെയും ഓരോ പ്രവർത്തനത്തെയും ഓരോ ജീവിതാവശ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ദേവതകൾ എത്ര വിധമാണ്, ഏത് ദേവത എന്തിന് എന്നത് ലളിതമായി വിശദീകരിക്കാം. ശാസ്ത്രം പറയുന്നു, ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്യം ഒന്നേയുള്ളൂ, എന്നാൽ പേരുകളും രൂപങ്ങളും പലതാണ്. ഈ പരമസത്യത്തെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. മറ്റ് ദേവതകളെല്ലാം മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി ആ പരമാത്മാവിൽ നിന്നും പുറപ്പെടുന്ന ശക്തികളാണ്. ലോകത്തിന്റെ പ്രവർത്തനത്തിനായി പരമശക്തി 3 രൂപങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതിൽ സൃഷ്ടിയെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു, സ്ഥിതിയെ വിഷ്ണു എന്ന് വിളിക്കുന്നു, സംഹാരം അഥവാ പരിവർത്തനത്തെ ശിവൻ എന്ന് വിളിക്കുന്നു. ഇവരെ ത്രിമൂർത്തികൾ എന്ന് പറയുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരമാണ് ത്രിമൂർത്തികൾ. ഭൂമിയിൽ സൃഷ്ടി വേണം, അതിനെ സംരക്ഷിക്കണം, അവസാനം ഭൂമിയിൽ തന്നെ ലയിക്കണം. അടുത്തതായി ശക്തി രൂപത്തിലുള്ള ദേവതകൾ. ഇവർ സൃഷ്ടിയുടെ ഊർജങ്ങളാണ്. ഐശ്വര്യം, സമൃദ്ധി, കുടുംബസുഖം ഇവയെ മഹാലക്ഷ്മി എന്ന് വിളിക്കുന്നു. വിദ്യ, ബുദ്ധി, വാക്കിന്റെ ശക്തിയെ സരസ്വതിയും മാതൃത്വം, സംരക്ഷണം ദുർഗയുമാകുന്നു. ശക്തി ദേവതകൾ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നവരാണ്. ശക്തമായ ഭയമകറ്റുന്ന, ദുഷ്ടനാശം ചെയ്യുന്ന, നമ്മുടെ ഉള്ളിലെ ക്രോധം, വൈരാഗ്യം, ദുഷ്ടത എന്നിവ നീക്കം ചെയ്യുന്ന ദേവതകളാണ് ഉഗ്രദേവതകൾ. കാളി, ചാമുണ്ടി, ഭൈരവൻ തുടങ്ങിയ ദേവതകൾ ഉദാഹരണങ്ങളാണ്. മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന 9 ഗ്രഹശക്തികളാണ് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവർ. ഇവർ നമ്മുടെ ശത്രുക്കളല്ല. മുജ്ജന്മത്തിൽ നാം ചെയ്ത പ്രവൃത്തികളുടെ ഫലമായി നമ്മുടെ ജാതകത്തിൽ അതിനനുസരിച്ചുള്ള സ്ഥാനങ്ങളിൽ അവർ ഇരുന്ന് ഈ ജന്മം അതിന്റെ ഫലം നൽകുന്ന ദേവതകളാണ്. ഇനി ദിക്കുകൾ സൂക്ഷിക്കുന്ന ദേവതകളാണ്. ഇന്ദ്രൻ കിഴക്കും, യമൻ തെക്കും, വരുണൻ പടിഞ്ഞാറും, കുബേരൻ വടക്കും സ്ഥിതി ചെയ്യുന്നു. വീടുകളുടെ വാസ്തുവിലും ഇവർക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേക ദേവത ഉണ്ടായിരിക്കും. യഥാക്രമം കുടുംബദേവത എന്നും ഇഷ്ടദേവത എന്നും പറയുന്നു. നിത്യവുമുള്ള പ്രാർത്ഥനയിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടവരാണ് ഇവർ. കുടുംബദേവത നിങ്ങളുടെ വംശത്തിന്റെ രക്ഷയ്ക്കും, ഇഷ്ടദേവത എല്ലാ ജന്മത്തിലും നിങ്ങളോടൊപ്പം തുടർന്നു വരുന്നതുമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദേവതകൾ പലവിധമുണ്ടെങ്കിലും അവയെല്ലാം ഒരേയൊരു ശക്തിയുടെ വിഭിന്ന രൂപങ്ങൾ മാത്രമാണ്. പലവിധ ദേവതകളെല്ലാം ചേർന്നതാണ്. എല്ലാ ശക്തിയും ഒരുമിച്ചാണ് ഈശ്വരനുള്ളത്. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറില്ലേ? ഒരേ വൈദ്യുതി കൊണ്ടാണ് TV കാണുന്നതും ഫാൻ കറങ്ങുന്നതും ഒക്കെ. പക്ഷേ ആവശ്യങ്ങൾ വേറെ വേറെ തന്നെ. അതുപോലെ ഐശ്വര്യം, ആരോഗ്യം, സമാധാനം, മോക്ഷം എല്ലാം ഈശ്വരന്റെ വ്യത്യസ്ത മുഖങ്ങളാണ്. നമ്മുടെ ജീവിത ആവശ്യത്തിന് നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ ദേവതയെ സ്നേഹത്തോടെ ആരാധിക്കൂ. അനുഗ്രഹം ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്ദി.